ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്നവർക്കറിയാം കടൽ പലപ്പോഴും പ്രക്ഷുബ്ധമാകും എന്ന്. പലപ്പോഴും കടൽ അപകടകാരിയാകും എന്നും അവർക്കറിയാം. പലപ്പോഴും പേമാരിയും കൊടുങ്കാറ്റും സംഭവിക്കും എന്നും അറിയാം. പക്ഷെ ഇതൊന്നും അവർക്ക് കരയിൽ വെറുതെ ഇരിക്കാനുള്ള കാരണങ്ങളായി മാറുന്നില്ല. അതുപോലെ ഒരു ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി നിരന്തരം പോരാടി മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ആ യാത്രയിൽ നിങ്ങൾക്കും നേരിടേണ്ടി വരും ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രതിബന്ധങ്ങൾ. പക്ഷെ അതൊന്നും നിങ്ങളുടെ ലക്ഷ്യം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളായി മാറരുത് എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ആഴക്കടലിലേക്ക് പോകുന്ന ആ മത്സ്യബന്ധന തൊഴിലാളികൾക്കറിയാം, പോയില്ല എങ്കിൽ അവർക്ക് കൈ നിറയെ സമ്പത്ത് ലഭിക്കില്ല, അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ വേറിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ഉദ്യോഗം നേടാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നിലുള്ള പ്രതിസന്ധികളെ തട്ടി നിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ കരുത്ത് ലഭിക്കുന്നതിന് സഹകാരി റൈസ് പ്ലസിൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. നമുക്ക് ആരംഭിക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പാർലമെൻറ്റ് എന്താണ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, അതിനോടൊപ്പം തന്നെ രാജ്യസഭ, പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമായ രാജ്യസഭയെക്കുറിച്ച് ഒക്കെ വിശദമായി നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലം, ലോവർ ഹൗസ് എന്നറിയപ്പെടുന്ന ലോകസഭയെക്കുറിച്ചാണ്. ആദ്യമേ ഓർക്കുക, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ലോക്സഭ, ലോക്സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 81 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 79, 80, 81. പാർലമെൻറ്റ് ആർട്ടിക്കിൾ 79, രാജ്യസഭ ആർട്ടിക്കിൾ 80, ലോക്സഭ ആർട്ടിക്കിൾ 81. മറക്കരുത്. അപ്പോൾ ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ലോക്സഭ ആർട്ടിക്കിൾ 81. നോക്കൂ, ലോക്സഭ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലോവർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ അപ്പർ ഹൗസോ അത് രാജ്യസഭയാണ്. അപ്പോൾ ലോവർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. നോക്കൂ, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾ. ലോക്സഭ ആദ്യമൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇങ്ങനെ മാത്രമേ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഹൗസ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ സഭ. രാജ്യസഭയെ നമ്മൾ വിളിച്ചു ഹൗസ് ഓഫ് എൽഡേഴ്സ്, മുതിർന്നവരുടെ സഭ, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ രാജ്യസഭയെ വിളിച്ചപ്പോൾ ലോകസഭയെ നമ്മൾ വിളിക്കുന്നു ഹൗസ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ സഭ. നോക്കൂ, ലോക്സഭ വാസ് ഫോംഡ് ഇൻ 1952 ഏപ്രിൽ 17. 1952 ഏപ്രിൽ 17 ഏപ്രിൽ 3 രാജ്യസഭ നിലവിൽ വന്നത് നമ്മൾ പഠിച്ചു. ഏപ്രിൽ 17 ലോക്സഭ നിലവിൽ വന്നത്. എന്നാൽ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ലോക്സഭ, ലോക്സഭയുടെ ആദ്യ മീറ്റിംഗ് നടന്നത് എന്നാണ്. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ലോക്സഭ വാസ് ഹെൽഡ് ഇൻ 1952 മെയ് 13. നമ്മൾ പഠിച്ചു, രാജ്യസഭയുടെയും ലോകസഭയുടെയും ആദ്യ സമ്മേളനം നടന്നത് സെയിം ഡേ ആണ്, ഒരേ ദിവസമാണ്. 1952 മെയ് 13 രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അതേ ദിവസം തന്നെയാണ് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അതുകൊണ്ട് ആ ഡേറ്റ് മറക്കാതിരിക്കുക, 1952 മെയ് 13. ഓക്കെ അല്ലേ? ഇനി ലോക്സഭ വാസ് ഒഫീഷ്യലി നൈംഡ് ഓൺ, ലോക്സഭ നിലവിൽ വന്നത് ഉടനെ തന്നെ ലോക്സഭ എന്നല്ല ഇത് അറിയപ്പെട്ടിരുന്നത്, ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് മാത്രമായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഹൗസ് ഓഫ് പീപ്പിൾ ലോക്സഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് എന്ന് മെയ് 14, 1954. 1954 മെയ് 14 ലോക്സഭ എന്ന ഹിന്ദി പേര് ഹൗസ് ഓഫ് പീപ്പിൾ സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ലോവർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ഹൗസ് ഓഫ് പീപ്പിൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പാർലമെൻറ്റിൻ്റെ ഏറ്റവും ലോവർ ലെവലിലുള്ള കീഴ്മണ്ഡലം
1954 മെയ് 14 ലോക്സഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത്. ഇനി നോക്കാം ഡ്യൂറേഷൻ ഓഫ് ലോക്സഭ. ലോകസഭയുടെ കാലാവധി എത്ര? 5 years എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെല്ലാവരും ഓരോ 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ആർക്ക്? ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ലോകസഭയിലേക്ക് റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കുന്നതിന് ഓരോ 5 വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ലോക്സഭ 5 years. മെമ്പേഴ്സ് ഓഫ് ലോക്സഭയുടെ ഡ്യൂറേഷനും 5 years തന്നെയാണ്. എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയോ? രാജ്യസഭ പഠിപ്പിച്ചപ്പോൾ നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. രാജ്യസഭയുടെ പീരീഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പീരീഡ് ഇല്ല. രാജ്യസഭ ഈസ് എ പെർമനന്റ് ഹൗസ്, ഇറ്റ് ഈസ് നോട്ട് ടു ഡിസോൾവ് എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ടേം ഓഫ് ഓഫീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ 6 years എന്ന് നമ്മൾ പറഞ്ഞു. കണ്ടോ, അവിടെ വ്യത്യസ്തമായി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ലോകസഭയുടെയും ലോകസഭാ അംഗങ്ങളുടെയും ഒക്കെ കാലാവധി 5 വർഷം തന്നെയാണ്. ക്ലിയർ അല്ലേ? നോക്കാം. ദി പ്രസിഡന്റ് ഈസ് ഓതറൈസ്ഡ് ടു ഡിസോൾവ് ലോക്സഭ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൂ ഡിസോൾവ്സ് ലോക്സഭ അറ്റ് എനി ടൈം ഈവൻ ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് 5 years. 5 വർഷമാണ് ലോകസഭയുടെ പീരീഡ്. ഇപ്പോൾ ഒരു ലോക്സഭ നിലവിൽ വന്നാൽ ഈ അടുത്ത 5 വർഷം കഴിയുമ്പോൾ അടുത്ത ലോക്സഭ നിലവിൽ വരണം തെരഞ്ഞെടുപ്പിലൂടെ. എന്നാൽ ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ ലോകസഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കുണ്ട്? അത് പ്രസിഡന്റിനാണ്. മറക്കരുത്. ഹൂ ഡിസോൾവ്സ് ലോക്സഭ അറ്റ് എനി ടൈം ഈവൻ ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് ദി 5 years. 5 വർഷ ടേം കഴിയുന്നതിന് മുമ്പ് ലോകസഭ പിരിച്ചുവിടാൻ ആർക്കധികാരമുണ്ട്? പ്രസിഡന്റ്. അതൊരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഹൂ ഡിസോൾവ്സ് ലോക്സഭ? ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയാണ് ലോക്സഭ പിരിച്ചുവിടുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ ലോക്സഭ പഠിക്കുമ്പോൾ നിർബന്ധമായും ചില അമെൻമെൻറ്റുകൾ പഠിക്കണം. ഒരുപാട് അമെൻമെൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൂടി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഏറെ ഗുണകരമാകും. നോക്കൂ, ദി അമെൻമെൻറ്റ് ആക്ട് എക്സ്റ്റെൻഡഡ് ദി ടെന്യൂർ ഓഫ് ലോക്സഭ ഫ്രം 5 to 6 years. 5 നിന്ന് 6 വർഷമായി ലോകസഭയുടെ പീരീഡ് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 5 വർഷമായിരുന്ന ലോകസഭയുടെ കാലാവധി ഒരു ഘട്ടമെത്തിയപ്പോൾ അത് 6 വർഷമായി ഉയർത്തി ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. എമർജൻസിയൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അതായത് വിച്ച് അമെൻമെൻറ്റ് ആക്ട് എക്സ്റ്റെൻഡഡ് ദി പീരീഡ് ഓഫ് ലോക്സഭ ഫ്രം 5 years to 6 years എന്ന് പറഞ്ഞാൽ അത് 42nd അമെൻമെൻറ്റ് ആക്ട് 1976. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എമർജൻസി പീരീഡ് ആ പീരീഡിലാണ്, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ, രാജ്യത്തെ ആദ്യത്തെ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസി നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ഈ അമെൻമെൻറ്റ് വരുന്നത്, 42nd അമെൻമെൻറ്റ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ചോദ്യം കൂടി ഇവിടെ ഓർത്താൽ നന്നായിരിക്കും. ദി പീരീഡ് ഓഫ് വിച്ച് ലോക്സഭ വാസ് എക്സ്റ്റെൻഡഡ് ഫ്രം 5 to 6 years ബൈ 42nd അമെൻമെൻറ്റ് ആക്ട്. 42ാം ഭേദഗതിയുടെ ഏത് ലോകസഭയുടെ കാലാവധിയാണ് 1 വർഷം ദീർഘിപ്പിച്ചത്? എത്രാം ലോകസഭയുടെ? ഇതെത്രാം ലോകസഭയാണ്? ഇപ്പം നിലവിലുള്ള കറണ്ട് ലോക്സഭ 18th ലോക്സഭ, അത് നിങ്ങൾക്കറിയാം, 18ാം ലോക്സഭയാണ്. അപ്പോൾ എത്രാം ലോകസഭയുടെ കാലാവധിയാണ് 42ാം ഭേദഗതിയിലൂടെ 1 വർഷം ദീർഘിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. 5th ലോക്സഭയാണ്, 5ാം ലോകസഭ. അതിൻ്റെ കാലാവധി ഇതായിരുന്നു. 1971 മുതൽ 1977 വരെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ലല്ലോ വരേണ്ടത്. 1971 തുടങ്ങുന്നതെങ്കിൽ 1976 അവസാനിക്കണ്ടേ? എന്നാൽ അവസാനിച്ചില്ല. 1971 to 1977 വരെ ആ ലോക്സഭയുടെ കാലാവധി, അതായത് 6 വർഷം നീണ്ടുനിന്ന ഒരു ലോക്സഭയായിരുന്നു 5ാം ലോക്സഭ. അതുകൂടെ ഒന്ന് മനസ്സിൽ വച്ചോളുക. അപ്പം വിച്ച് അമെൻമെൻറ്റ് ആക്ട് എക്സ്റ്റെൻഡഡ് ദി ടെന്യൂർ ഓഫ് ലോക്സഭ ഫ്രം 5 to 6 years? 42nd അമെൻമെൻറ്റ് ആക്ട് 1976. വിച്ച് ദി പീരീഡ് ഓഫ് വിച്ച് ലോക്സഭ വാസ് എക്സ്റ്റെൻഡഡ് ഫ്രം 5 to 6 years ബൈ 42nd അമെൻമെൻറ്റ് ആക്ട് എന്ന് ചോദിച്ചാൽ അത് 5th ലോക്സഭ എന്ന് കൂടി ഓർത്തോളുക. ക്ലിയർ ആയല്ലോ? നോക്കാം അടുത്ത പോയിന്റ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ലോക്സഭയുടെ കാലാവധി 5 നിന്നും 6 വർഷമായി ഉയർത്തിയ ഭേദഗതി 42ാം ഭേദഗതി, ഇത് എവിടെയും ബാധകമായിരുന്നു?
സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാര്യത്തിലും അത് ബാധകമാണ്. ഇങ്ങനൊരു നിയമം വന്നാൽ സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയും നീളും, 1 വർഷം നീളും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ ചോദിക്കട്ടെ, 5 നിന്ന് 6 വർഷമായി ഉയർത്തി എന്ന് പറഞ്ഞു. ഇപ്പോഴോ? ഇപ്പോൾ 5 വർഷമാണോ 6 വർഷമാണോ ലോക്സഭയുടെ കാലാവധി? 5 വർഷം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 വർഷത്തിന് പഴയതുപോലെ വീണ്ടും 5 വർഷത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലേ? അത് ചുമ്മാ കൊണ്ടുവരാൻ പറ്റുമോ? അതിൻ്റെ പിന്നിലൊരു ഭേദഗതി വേണ്ടേ? അപ്പം എന്താ വരുന്നു അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. വിച്ച് അമെൻമെൻറ്റ് ആക്ട് റീസ്റ്റോർഡ് ദി ഒറിജിനൽ ടേം ഓഫ് ലോക്സഭ, ദാറ്റ് ഈസ് 5 years? ഏത് അമെൻമെൻറ്റിലൂടെയാണ് ലോകസഭയുടെ കാലാവധി 5 വർഷമായി പുനഃസ്ഥാപിച്ചത്? ഇതാ വരുന്നു 44th അമെൻമെൻറ്റ് ആക്ട്. ഇയർ കൂടെ ഓർത്തോളൂ, 1978. 44ാം ഭേദഗതി 1978 44ാം ഭേദഗതിയിലൂടെ നോക്കൂ. 44th അമെൻമെൻറ്റ് ആക്ട് 1978 റീസ്റ്റോർഡ് ദി ഒറിജിനൽ ടേം ഓഫ് ലോക്സഭ, ദാറ്റ് ഈസ് 5 years. 6 വർഷമായി ഇടയ്ക്ക് വെച്ച് ഉയർത്തിയതിന് തിരിച്ച് പഴയപടി 5 വർഷമായി കൊണ്ടുവന്നത് 44ാം ഭേദഗതി. 2 അമെൻമെൻറ്റ് ലോകസഭ തുടങ്ങിയതേ ഉള്ളൂ. 2 അമെൻമെൻറ്റ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ പഠിച്ചു. 42ാം അമെൻമെൻറ്റിലൂടെ എന്താ സംഭവിച്ചത്? ലോകസഭയുടെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നാൽ അത് റീസ്റ്റോർ ചെയ്തത്, പുനഃസ്ഥാപിച്ചത് 44ാം ഭേദഗതിയുടെ പഴയ പോലെ 5 വർഷമാക്കി കൊണ്ടുവന്നു. ഇനി നോക്കൂ, മാക്സിമം സ്ട്രെങ്ത് ഓഫ് ലോക്സഭ. ലോകസഭയുടെ പരമാവധി സ്ട്രെങ്ത് എത്ര, അംഗസംഖ്യ എത്ര? പരമാവധി അംഗസംഖ്യയാണ് ചോദിച്ചത്. അത് 550. 550 പേരാകാം ലോകസഭയിൽ പരമാവധി. നേരത്തെ 552 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളും കൂടെ ഉൾപ്പെടെ 552 പേരാകാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഇല്ലല്ലോ. അതൊരു അമെൻമെൻ്റ് ഉണ്ട്, നിങ്ങൾ പഠിച്ചതാണ്, അതുകൂടെ നമുക്ക് പറയാം, അത് അങ്ങോട്ട് വരട്ടെ. അപ്പോൾ 50 ഇപ്പം 50 മാക്സിമം സ്ട്രെങ്ത്. മാക്സിമം സ്ട്രെങ്ത് ഓഫ് ലോക്സഭ 550. എന്നാൽ അറ്റ് പ്രസൻറ്റ് 550 ഉണ്ടോ? ഇല്ല. അറ്റ് പ്രസൻറ്റ് ദി സ്ട്രെങ്ത് ഓഫ് ലോക്സഭ 543. ആ 543 എങ്ങനെയാണ് വരുന്നത്? 530 ഫ്രം ദി സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 530 പേര്. 13 ഫ്രം യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 13 പേര്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ലോകസഭയിലേക്ക് പ്രാതിനിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്ന് 530 പേരും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 13 പേരും അടങ്ങുന്നതാണ് 545 ഇപ്പോൾ ഉള്ളത്. എന്നാൽ 16ാം ലോകസഭ വരെ ആ 543ൻ്റെ കൂടെ ഒരു 2 കൂടി ഉണ്ടായിരുന്നു. ഏതാണ് അത്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ, 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 545 പേര് ഉണ്ടായിരുന്നു 16ാം ലോകസഭ വരെ, 2020 വരെ. അതിനുശേഷമാണ് 543 ചുരുങ്ങിയത്. അതിൻ്റെ കാരണവും കൂടെ ഒരു അമെൻമെൻറ്റ് നിങ്ങൾ ഓർത്താൽ നന്നായിരിക്കും. 2 nominated seats in ലോക്സഭ for the Anglo-Indian community was abolished by 104th Amendment Act of 2020. 2020 104ാം ഭേദഗതിയിലൂടെ ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കി. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നോക്കടോ, ഇവിടെ ഇതുവരെ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ലോക്സഭ ഒരു 3 അമെൻമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ 42 5 നിന്നും 6 വർഷമായി ഉയർത്തിയത്, 44 5 വർഷമായി പുനഃസ്ഥാപിച്ചത്, 104 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയത്. ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുക. ക്ലിയറായോ? ക്ലിയറായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. നോക്കാം, ഇനി ഒരു അമെൻമെൻറ്റ്, അയ്യോ അത് പഠിക്കാതെ പോകരുത്, പരീക്ഷയ്ക്ക് പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് ഇതാ വരുന്നു. നോക്കൂ നിങ്ങൾ, 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2003. 2003 91ാം ഭേദഗതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലോക്സഭയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതുകൂടി പഠിക്കണം.
നോക്കൂ, 91st Constitutional Amendment Act 2003 states that total number of ministers, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സെൻട്രൽ ക്യാബിനറ്റ്, കേന്ദ്ര മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം, ഇൻക്ലൂഡിംഗ് ദി പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയാണ്, ഇൻക്ലൂഡിംഗ് ദി പ്രൈം മിനിസ്റ്റർ ഇൻ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, അതെ കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം ഷാൽ നോട്ട് എക്സീഡ് 15% ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ലോക്സഭ. അതായത് കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭാ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്ന വ്യവസ്ഥയുമായി ഒരു ഭരണഘടനാ ഭേദഗതി വന്നു. 91st Amendment Act of 2003, 2003 91ാം ഭരണഘടനാ ഭേദഗതി. ഇത് ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഇത് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുക ഈ ചോദ്യത്തിന്. എങ്ങനെ ചോദ്യം വരും, ചോദ്യം വരുമെന്നറിയാമോ? അല്ലെങ്കിൽ 91st വിച്ച് അമെൻമെന്റ് ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സെൻട്രൽ ക്യാബിനറ്റ് ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ ഷാൽ നോട്ട് എക്സീഡ് 15% ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ലോക്സഭ എന്ന് പറഞ്ഞാൽ മൊത്തം ലോകസഭാ അംഗങ്ങളുടെ 15% മന്ത്രിമാരുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. നോക്കൂ, നമ്മൾ പറഞ്ഞു 543 അംഗങ്ങളാണ് ലോകസഭയിലുള്ളത്. ആ 543ന്റെ 15% എടുത്താൽ എത്ര കിട്ടുന്നുവോ അത്രയും നമ്പരേ കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിമാരായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഒരാളെപ്പോലും കൂടുതൽ എടുക്കാൻ പറ്റില്ല. ഇത് സംസ്ഥാനത്തിനും ബാധകമാണ്. കേരളത്തിൻ്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. കേരളത്തിൽ 140 സീറ്റുകളാണ് കേരള നിയമസഭയിലുള്ളത്. ആ 140 സീറ്റുകൾ എടുത്തു നോക്കൂ. അതിൻ്റെ 15% ഏതാണ്ട് 21 വരും. പിണറായി സർക്കാരിൽ ഇപ്പം മന്ത്രിമാരായി എത്ര പേരുണ്ട്? 21 പേരേ ഉള്ളൂ. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല എങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി പോകും. കാരണം ഭരണഘടനയിൽ ഒരു ഭേദഗതിയിലൂടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്പർ അതാണ്. മൊത്തം അംഗസംഖ്യ സഭയിലെ, അപ്പോൾ ഇത് സംസ്ഥാനത്തും ബാധകമാണ്, സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ 15% കൂടാൻ പാടില്ല മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം, മന്ത്രിമാരുടെ എണ്ണം. ക്ലിയർ അല്ലേ? വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നോക്കൂ, ലോകസഭ പഠിച്ചപ്പോൾ നമ്മളതിൽ ലോകസഭയുമായി ബന്ധപ്പെട്ട ഒരു 4 ഭേദഗതികൾ പഠിച്ചു. 42nd, 44th, 104th, 91st. ഇനിയും വരും ലോകസഭയുമായി ബന്ധപ്പെട്ടത്. നോക്കൂ, ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ലോക്സഭ ആർ ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ഹൂ ഇലക്ട് ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ലോക്സഭ? ലോകസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ദി പീപ്പിൾ. Directly elected by the people. Representatives of the Lok Sabha are directly elected by people based on the principles of universal adult franchise. പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ലോകസഭയിലുള്ളത്, MP-മാരായി വരുന്നത്. അല്ലേ? നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അഡൽട്ട് ഫ്രാഞ്ചൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ലോകസഭാ അംഗങ്ങളായി മാറുന്നത്. പഠിച്ചു വയ്ക്കണം. ഹു ക്യാൻ ഇലക്ട് ദി മെമ്പേഴ്സ് ഓഫ് ലോക്സഭ? ദി പീപ്പിൾ ഡയറക്ട്ലി. മനസ്സിലാകുന്നുള്ളൂ? അത് ഓർമ്മിച്ചോളുക. ക്ലിയർ അല്ലേ? നോക്കുക അടുത്തത്. വോട്ടിംഗ് ഏജ് വാസ് റെഡ്യൂസ്ഡ് ഫ്രം 21 years to 18 years. ഇതായിരുന്നു അടുത്ത അമെൻമെൻറ്റ്. ലോകസഭയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ എത്ര വോട്ടിംഗ് പ്രായം 18 പക്ഷെ 18 ആയിരുന്നില്ല മുമ്പ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നു. വോട്ടിംഗ് ഏജ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ വാസ് റെഡ്യൂസ്ഡ് ഫ്രം 21 years to 18 years ബൈ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? 61st Amendment Act of 1989. അമെൻമെൻറ്റ് വീണ്ടും വരുന്നു. ഈ അമെൻമെൻറ്റുകളെല്ലാം നിങ്ങൾ പഠിച്ചേ മതിയാകൂ. അത് ഞാൻ പറയുന്നത് മുഖവിലേക്ക് എടുക്കുക. ഇതിലെല്ലാം
പ്രീവിയസ് ചോദ്യങ്ങളാണ്, ഇനിയും വരാൻ സാധ്യതയുള്ളതാണ്. വിച്ച് അമെൻമെന്റ് ആക്ട് റിഡ്യൂസ് ദ വോട്ടിംഗ് ഏജ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം 20 years to 18 years? 21 വയസ്സിൽ നിന്നും 18 വയസ്സായി ഇന്ത്യൻ പൗരന്റെ വോട്ടിംഗ് പ്രായം കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭേദഗതി 1989, മറക്കാതിരിക്കുക. അപ്പം 42-ാം ഭേദഗതിയായി, 44-ാം ഭേദഗതിയായി, 104-ാം ഭേദഗതിയായി, 91-ാം ഭേദഗതിയായി, 61. 5 അമെൻമെൻറ്റ് ലോകസഭ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ പഠിക്കുക നിങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഈ അമെൻമെൻറ്റുകളെല്ലാം പഠിക്കുക. നോക്കാം. ഫോർ ദി പർപ്പസ് ഹോൾഡിംഗ് ഡയറക്റ്റ് ഇലക്ഷൻ ടു ലോക്സഭ ഈച്ച് സ്റ്റേറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടെറിട്ടറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്. എങ്ങനെയാണ് നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഈച്ച് സ്റ്റേറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടെറിട്ടറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി. ഓരോ സംസ്ഥാനത്തെയും പല നിയോജക മണ്ഡലങ്ങളായി തരംതിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യുവൻസിയായി, ലോകസഭാ മണ്ഡലങ്ങളായി തരംതിരിക്കുന്നു. അല്ലേ? നമ്മുടെ കേരളത്തിൽ തന്നെ 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ടല്ലോ. അങ്ങനെ ഓരോ സംസ്ഥാനത്തെയും പല കോൺസ്റ്റിറ്റ്യുവൻസിയായി തരംതിരിക്കുന്നു. ഈച്ച് സ്റ്റേറ്റ് ഈസ് അലോട്ടഡ് എ സ്പെസിഫിക് നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ. ഓരോ സംസ്ഥാനത്തിനും ഒരു നിശ്ചിത സീറ്റുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിനും ഒരു നിശ്ചിത സീറ്റുകൾ നൽകിക്കൊണ്ടാണ് പിന്നെ പല കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ആ സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരാം. സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാവിങ് ഹയസ്റ്റ് നമ്പർ ഓഫ് ലോക്സഭാ സീറ്റ്. ലോക്സഭാ സീറ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് has the highest number of seats, ലോക്സഭാ സീറ്റ്, that is 80. 80 സീറ്റുകളാണ്, 80 ലോക്സഭാ സീറ്റുകളാണ് യു പിയിലുള്ളത്. കേരളത്തിലോ? കേരള ഹാസ് 20 ലോക്സഭാ സീറ്റ്. നമുക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിനുള്ളത്. യു പി ആണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ലോക്സഭാ സീറ്റ്സ്. ദി സ്റ്റേറ്റ്സ് ഹാവിങ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ലോക്സഭാ സീറ്റ്സ് എന്ന് വെച്ചാൽ യു പി ആണ് 80. നമ്മൾ രാജ്യസഭയിലും അങ്ങനെയാണ് പഠിച്ചത്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ളതും യു പി തന്നെയാണ്. 31 സീറ്റുകൾ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മുടെ പിന്നെ 9 സീറ്റുകളേ ഉള്ളൂ ഇവിടെ നമ്മുടെ കേരളത്തിന്. എന്നാൽ രാജ്യസഭാ സീറ്റുകൾ, ലോകസഭാ സീറ്റുകൾ 20 സീറ്റുകൾ നമുക്കുണ്ട്. യു പിക്ക് 80 സീറ്റുകളുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നോക്കാം. സ്റ്റേറ്റ്സ് ഹാവിങ് ഓൺലി 1 ലോക്സഭാ സീറ്റ്സ്. ഒരേ ഒരു ലോക്സഭാ സീറ്റ് മാത്രമുള്ള 3 സംസ്ഥാനങ്ങളുണ്ട്. ആ 3 സംസ്ഥാനങ്ങളിൽ ഓരോ സീറ്റുകളേ ഉള്ളൂ. അതേതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. മിസോറാം, നാഗാലാൻഡ് ആൻഡ് സിക്കിം. മിസോറാം, നാഗാലാൻഡ് ആൻഡ് സിക്കിം, ദീസ് ആർ ദി 3 സ്റ്റേറ്റ്സ് ഹാവിങ് ഓൺലി 1 ലോക്സഭാ സീറ്റ്. ഒരു ലോക്സഭാ സീറ്റ് മാത്രമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. താഴെ പറയുന്നതിൽ ഒരു ലോക്സഭാ സീറ്റ് മാത്രമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ട് ഇതിൽ ഒരെണ്ണേ കാണുള്ളൂ ആൻസറായിട്ട്. അതുകൊണ്ട് ഒരുമിച്ച് പഠിച്ചു വെച്ചോളുക. മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ദി സ്റ്റേറ്റ്സ് ഹാവിങ് ഓൺലി 1 ലോക്സഭാ സീറ്റ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഒരു സീറ്റ് മാത്രമുള്ള 5 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അതും കൂടെ ഓർമ്മിച്ചോളുക. യൂണിയൻ ടെറിട്ടറീസ് ഹാവിങ് ഓൺലി 1 ലോക്സഭാ സീറ്റ്. ലക്ഷദ്വീപ് 1, ഞാൻ പറഞ്ഞ 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് 2, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ചണ്ഡീഗർ എത്രയാണ്? 3 ആയി കഴിഞ്ഞു. ചണ്ഡീഗഡ്. അടുത്ത പുതുച്ചേരി ഇതാ വരുന്നു 4. അടുത്തത് ലഡാക്ക് 5. അങ്ങനെ 5 യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഏതൊക്കെയാണ്? ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, then Puducherry and Ladakh are the union territories having only 1 Lok Sabha seat. The states having only 1 Lok Sabha seats, Mizoram, Nagaland, Sikkim. The union territories having only 1 Lok Sabha seat, അത് 5 union territories ഉണ്ട്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ചണ്ഡീഗഡ്, then പുതുച്ചേരി ആൻഡ് ലഡാക്ക്. ഓക്കെ അല്ലേ? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇൻ ലോക്സഭ 84 സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഒരുപാട് തവണ ചോദിച്ചുള്ളതാണ്. നമ്പർ ഓഫ് സീറ്റ് റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ലോക്സഭ. ലോകസഭയിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി എത്ര സീറ്റുകൾ മാറ്റിവച്ചിട്ടുണ്ട്? 84 സീറ്റുകൾ. എങ്കിൽ പട്ടികവർഗക്കാർക്ക് വേണ്ടി എത്ര സീറ്റുകൾ മാറ്റിവച്ചിട്ടുണ്ട്? 47 സീറ്റ്.
In Lok Sabha, 84 seats are reserved for scheduled caste and 47 seats are seats for the scheduled tribes. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോകസഭയിൽ സീറ്റുകൾ നൽകിയിരിക്കണമെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും കൂടെ ഓർത്താൽ നന്നായിരിക്കും. ദി ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി സീറ്റ് റിസർവേഷൻ, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി SC/ST സീറ്റ് റിസർവേഷൻ ടു ലോക്സഭ. ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സീറ്റ് സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 330 330 ആർട്ടിക്കിൾ 330 പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോകസഭയിലേക്ക് സീറ്റ് റിസർവ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എത്ര സീറ്റുകളാണ് നിലവിൽ പട്ടികജാതിക്കാർക്കുള്ളതെന്ന് വെച്ചാൽ 84, പട്ടികവർഗക്കാർക്ക് 47. ഇതുപോലെയാണ് കേരളത്തിലും. നിങ്ങൾ വന്ന് നോക്കൂ, കേരള സംസ്ഥാന നിയമസഭയിലും റിസർവേഷനുണ്ട്. പട്ടികജാതിക്കാർക്ക് സീറ്റ് റിസർവേഷനുണ്ട്, പട്ടികവർഗക്കാർക്ക് സീറ്റ് റിസർവേഷനുണ്ട്. നമ്പർ ഓഫ് സീറ്റ്സ്, നമ്പർ ഓഫ് SC സീറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറ്റ് റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സ്റ്റോർ കീപ്പർ പരീക്ഷയ്ക്ക്, ഈ ലാസ്റ്റ് നടന്ന സ്റ്റോർ കീപ്പർ പരീക്ഷയ്ക്ക് PSC ചോദ്യമാണ് കേരള നിയമസഭയിൽ എത്ര പട്ടികജാതി സംവരണ സീറ്റുകളുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്ത് പോവുക. കേരള നിയമസഭയിൽ പട്ടികജാതി സീറ്റുകൾ 14, പട്ടികവർഗ സീറ്റുകൾ 2. 14 പട്ടികജാതി സീറ്റുകൾ, 2 പട്ടികവർഗ സീറ്റുകൾ. ലോകസഭ എടുത്തു കഴിഞ്ഞാൽ 84 പട്ടികജാതി സംവരണ സീറ്റുകൾ, 47 പട്ടികവർഗ സംവരണ സീറ്റുകൾ. 84 പട്ടികജാതി സംവരണ സീറ്റിൽ 2 കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്കുള്ള പട്ടികജാതി സംവരണ സീറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഏതൊക്കെയാണ്? 2 സീറ്റുകൾ ആലത്തൂരും മാവേലിക്കരയും. ലോക്സഭാ മണ്ഡലമാണ് ഞാൻ പറയുന്നത്. ആലത്തൂര്, മാവേലിക്കര, നമ്മൾ 2 ലോക്സഭാ സീറ്റുകളാണ് കേരളത്തിൽ നിന്ന് പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ട്. ഇനി കേരളത്തിൽ നിന്ന് കേരള നിയമസഭയിൽ 14 പട്ടികജാതി സംവരണ സീറ്റുണ്ട്, 2 പട്ടികവർഗ സംവരണ സീറ്റുകളുണ്ട്. അപ്പോൾ ആ 2 ഉള്ളതുകൊണ്ട് ആ 2 ഒന്ന് പഠിക്കുക. കേരളത്തിലെ പട്ടികവർഗ സംവരണ നിയമസഭയിലേക്കാണ് കേട്ടോ, ലോകസഭയിലില്ല. കേരള നിയമസഭയിലെ 2 പട്ടികവർഗ സംവരണ സീറ്റുകൾ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് കേരളത്തിലെ 2 പട്ടികവർഗ സംവരണ സീറ്റുകൾ. എവിടേക്ക്? കേരള നിയമസഭയിലേക്ക്. ലോകസഭയിലേക്കില്ല, ലോകസഭയിലേക്കല്ല ഞാൻ പറയുന്നത്. കേരള നിയമസഭയിലേക്കുള്ള 2 പട്ടികവർഗ സംവരണ സീറ്റ് സുൽത്താൻ ബത്തേരി, മാനന്തവാടി. അതുകൂടാതെ 14 പട്ടികജാതി സംവരണ സീറ്റുകളുമുണ്ട്. കേരളത്തിൽ നിന്നുള്ള ലോകസഭയിലേക്കുള്ള പട്ടികജാതി സംവരണ സീറ്റ് മാത്രം ഓർത്താൽ മതി. 2 സീറ്റുകൾ ആലത്തൂരും മാവേലിക്കരയും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ജനറൽ പൊളിറ്റിക്സ് ശരിക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും. പൊളിറ്റിക്സിലൊക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ, ഇനി പാഠപുസ്തകത്തിൽ നിന്നുള്ള ചെറിയ വിവരണം. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. നോക്കൂ, ക്രിയേറ്റഡ് ആഫ്റ്റർ 1947, സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനമാണ്. ഫെയ്ത്ത് ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് ഇൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി ജനവിശ്വാസം അതോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് ഡെമോക്രസിയിൽ അധിഷ്ഠിതമായി ജനങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരുടെ ഭരണാധികാരികളാക്കി മാറ്റാവുന്ന ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദീസ് ആർ പാർട്ടിസിപ്പേഷൻ ബൈ പീപ്പിൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ഗവൺമെൻറ് കൺസെൻറ്റ് കേട്ടോ. അത് നോക്കൂ, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളും എല്ലാം ജനപ്രാതിനിധ്യമാണ്
നിലവിലുള്ളത്. ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതെല്ലാം ഒരു ജനകീയമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദി പാർലമെൻറ്റ് ഇൻ അവർ സിസ്റ്റം ഹാസ് ഇമ്മൻസ് പവർ. പാർലമെൻ്റ് എന്ന് പറയുന്നത് വലിയ അധികാരങ്ങളുള്ള ഒരു ബോഡിയാണെന്ന് മനസ്സിലാക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ. കാരണം എന്താണ്? പാർലമെൻറ്റ് ഈസ് ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ പ്രതിനിധികൾ അടങ്ങുന്നതാണ് പാർലമെൻറ്റ്. ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് പ്രവർത്തിക്കാൻ ഇമ്മൻസ് പവർ, വളരെ വിപുലമായ അധികാരങ്ങളാണ് അവർക്കുള്ളത്. ഇലക്ഷൻ ടു പാർലമെൻറ്റ് ആർ ഹെൽഡ് ഇൻ സിമിലർ മാനർ ആസ് ദേ ആർ ഫോർ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. പാർലമെൻറ്റിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നുവോ അതേ മാനറിൽ തന്നെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഒരു വ്യത്യസ്തതയേയില്ല. പാർലമെൻറ്റ് പോലെ തെരഞ്ഞെടുപ്പ് നടക്കുക. നമ്മൾ അറിയാമല്ലോ, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതുപോലെ പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി എല്ലാ പൗരന്മാർക്കും, അല്ലേ, 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടിംഗ് റൈറ്റ് ഉള്ളതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്ന അതേ മാനറിൽ തന്നെയാണ് സംസ്ഥാന നിയമസഭയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദി ലോക്സഭ ഈസ് യൂഷ്വലി ഇലക്റ്റഡ് വൺസ് എവറി 5 years. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ലോക്സഭയായാലും നിയമസഭയായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദി കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻടു ന്യൂമറസ് കോൺസ്റ്റിറ്റ്യുവൻസി. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, രാജ്യത്തെ പല കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. പല കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈച്ച് ഓഫ് ദീസ് കോൺസ്റ്റിറ്റ്യുവൻസി ഇലക്ട്സ് 1 person ടു പാർലമെൻറ്റ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരാൾ. ഇപ്പം നോക്കൂ, കേരളം എടുത്ത് നോക്കൂ നിങ്ങൾ. കേരളത്തിലെ 20 കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരാൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഉണ്ടാകണം. ആ രീതിയിലാണ് കോൺസ്റ്റിറ്റ്യുവൻസി തരംതിരിച്ചിരിക്കുന്നത്. നോക്കൂ, ദി കാൻഡിഡേറ്റ്സ് ഹൂ കണ്ടക്ട്സ് ഇലക്ഷൻ യൂഷ്വലി ബിലോങ്സ് ടു ഡിഫറൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ആർക്കാണ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശം, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം ആർക്കെന്ന് ചോദിച്ചാൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും. സ്വതന്ത്രമാർക്കും അവകാശമുണ്ട്, എങ്കിലും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് വിവിധ പാർട്ടികളിൽ നിന്ന് മത്സരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആൾ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടും. വൺസ് ഇലക്റ്റഡ് ദീസ് കാൻഡിഡേറ്റ്സ് ബിക്കം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഓർ MPs. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേര് MP എന്നാണ്. MP എന്ന് പറഞ്ഞാൽ ആരാണ്? മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദീസ് MPs ടുഗദർ മേക്കപ്പ് പാർലമെൻറ്റ്. അവരെല്ലാം കൂടെ ചേർന്നാണ്, ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന MPമാരെല്ലാം കൂടെ ചേരുമ്പോഴാണ് അത് പാർലമെൻറ്റായി മാറുന്നത്. അവരാണ് പാർലമെൻറ്റിൻ്റെ സൃഷ്ടാക്കൾ. വൺസ് ഇലക്ഷൻ ടു ദി പാർലമെൻറ്റ് ഹാവ് ടേക്കൺ പ്ലേസ്, ദി പാർലമെൻറ്റ് നീഡ്സ് ടു പെർഫോം ഫോളോയിങ് ഫങ്ഷൻ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻറ്റിന് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യതയുണ്ട്. അവരുടെ ഫങ്ഷനാണ് ടു സെലക്ട് നാഷണൽ ഗവൺമെൻറ്. അപ്പം നാഷണൽ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെൻറ്റ് അംഗങ്ങളാണ്. അതായത് പാർലമെൻറ്റ് അംഗങ്ങൾ, അവരിൽ നിന്നുള്ള ആൾക്കാർ ചേർന്നാണ് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. മെജോറിറ്റി പാർട്ടിക്കാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ അധികാരമുള്ളത്. നമുക്ക് നോക്കാം. ദി പാർലമെൻറ്റ് ഇൻ ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ദി പ്രസിഡൻറ്റ്, ദി രാജ്യസഭ ആൻഡ് ദി ലോക്സഭ. നമ്മൾ പാർലമെൻറ്റ് പഠിച്ചപ്പോഴേ പറഞ്ഞാണ്, പാർലമെൻറ്റിൻ്റെ 3 ഘടകങ്ങളെന്ന് പറയുന്നത് പ്രസിഡൻറ്റ്, രാജ്യസഭ, ലോകസഭ. രാജ്യസഭ അപ്പർ ഹൗസ്, ലോക്സഭ ലോവർ ഹൗസ്. പ്രസിഡൻറ്റ് 2 സഭയിലെ അംഗമല്ലെങ്കിൽ പോലും ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് പാർലമെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? നോക്കൂ, അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആഫ്റ്റർ ലോക്സഭ ഇലക്ഷൻ എ ലിസ്റ്റ് ഈസ് പ്രിപ്പയർഡ് ഷോയിങ് ഹൗ മെനി MPs ബിലോങ് ടു ഈച്ച് പൊളിറ്റിക്കൽ പാർട്ടി. നോക്കൂ, നമ്മളൊരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായൊരു ലിസ്റ്റ്, വ്യക്തമായൊരു ചിത്രം കിട്ടും. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് എത്ര MPമാരുണ്ട്. ഫോർ എ പൊളിറ്റിക്കൽ പാർട്ടി ഫ്രം ഗവൺമെൻറ് ദേ മസ്റ്റ് ഹാവ് എ മെജോറിറ്റി ഓഫ് ഇലക്റ്റഡ് MPs. ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ ആർക്കേ കഴിയുള്ളൂ? മെജോറിറ്റി പാർട്ടി എന്ന് പറഞ്ഞാൽ കൂടുതൽ MPമാരുള്ള പാർട്ടിയാണ് നമ്മൾ മെജോറിറ്റി പാർട്ടി എന്ന് വിളിക്കുന്നത്. ആ പാർട്ടിക്ക് മാത്രമേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സിൻസ് ദെയർ ആർ 543 ഇലക്റ്റഡ് പ്ലസ് 2 നോമിനേറ്റഡ്, നേരത്തെ ഉണ്ടായിരുന്നതാണ് അതുവരെ. അതായത് 543 പേരും 2 ആംഗ്ലോ ഇന്ത്യൻകാരും നേരത്തെ ഉണ്ടായിരുന്നു മെമ്പേഴ്സ് ലോക്സഭ. ടു ഹാവ് മെജോറിറ്റി പാർട്ടി ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഹാഫ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 545 പേര് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് മെജോറിറ്റിയാണ് വേണ്ടത്? ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടണമെങ്കിൽ ഏത് മെജോറിറ്റിയാണ് വേണ്ടത്? അബ്സല്യൂട്ട് മെജോറിറ്റിയാണ്.
എന്ന് പറഞ്ഞാൽ മൊത്തം അംഗസംഖ്യയുടെ പകുതി കൂടുതൽ, 50% കൂടുതൽ. അപ്പം നോക്കൂ, നമ്മുടെ കേരളത്തിലൊക്കെ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം കേരളത്തിൽ 140 സീറ്റുണ്ട്. 71 സീറ്റെങ്കിലും കിട്ടുന്ന ആളിന് അല്ലെങ്കിൽ ആ കക്ഷിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അത് പാർട്ടി ആയിക്കോട്ടെ, മുന്നണി ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ. 71 കിട്ടിയാലേ സിമ്പിൾ മെജോറിറ്റി ഉണ്ടാവുള്ളൂ, പകുതി കൂടുതലാവുകയുള്ളൂ. 70 ആയാൽ പോരാ. 70 വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഭരിക്കാൻ പറ്റില്ല, ഒരു പാർട്ടിക്കും ഭരിക്കാൻ പറ്റില്ല. അപ്പം മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റിയാണ് വേണ്ടത്, മൊത്തം അംഗസംഖ്യയുടെ പകുതി. അപ്പം ഞാൻ ചോദിക്കട്ടെ, 543 അല്ലെങ്കിൽ നേരത്തെ 555 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി പേരുണ്ടായിരിക്കണം. എ പാർട്ടി ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഹാഫ് മെമ്പർ, ദാറ്റ് ഈസ് 272. 272 അംഗങ്ങളെങ്കിലും ഉള്ള കക്ഷിക്ക് മാത്രമേ ഭരണം കിട്ടുകയുള്ളൂ നമ്മുടെ കേന്ദ്രത്തിൽ. മെമ്പേഴ്സ് ഫോർ മോർ, അതിൽ കൂടുതലുള്ള. ദി ഓപ്പോസിഷൻ ഇൻ പാർലമെൻറ്റ് ഈസ് ഫോംഡ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ദാറ്റ് ഒപ്പോസ് ദി മെജോറിറ്റി പാർട്ടി. മെജോറിറ്റി പാർട്ടിയെ എതിർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പാർട്ടിയെ നമ്മൾ വിളിക്കാം ഒപ്പോസിഷൻ പാർട്ടി, പ്രതിപക്ഷ പാർട്ടിയായി മാറി. കാരണം അവർക്ക് ഭരിക്കാനുള്ള അംഗസംഖ്യ കിട്ടിയില്ല, അതിൻ്റെ പിന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് മെജോറിറ്റി കിട്ടിയവർ റൂളിംഗ് പാർട്ടിയായി മാറുന്നു, മറ്റുള്ളവർ എന്തായി മാറുന്നു? അവർ ഒപ്പോസിഷൻ പാർട്ടിയായി മാറുന്നു. അപ്പം നോക്കൂ, ഒപ്പോസ് ദി മെജോറിറ്റി പാർട്ടി, കോയിലേഷൻ ഫോംഡ്. കോയിലേഷൻ ഗവൺമെൻറ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് കൂട്ടുമുന്നണി, ഒരു കൂട്ടായിട്ട് ഒന്നിലധികം കക്ഷികൾ ചേർന്ന് ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു കൂട്ടുമുന്നണിയുടെ പേരാണ് കോയിലേഷൻ ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് പ്രതിപക്ഷത്തും അങ്ങനെയുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് അതിൽ ആരൊക്കെയുണ്ട്? ഒരുപാട് പാർട്ടികളില്ലേ. അതുപോലെ NDA മുന്നണി, അത് നമ്മുടെ ഭരണകക്ഷിയാണ്, BJP ഉൾപ്പെടെ, BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി. ഇവിടേക്ക് വന്നാലോ, സംസ്ഥാനത്തിലേക്ക് വന്നാലോ, UDF, LDF, NDA, 3 പ്രമുഖ മുന്നണികളാണ് നമ്മുടെ സംസ്ഥാനത്തിലുള്ളത്. UDF എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പാർട്ടിയല്ല, കോൺഗ്രസ് ആണ് അത് ലീഡ് ചെയ്യുന്നതെങ്കിലും എത്രയോ പാർട്ടികൾ ചേർന്നതാണ്. LDF CPM ആണ് അത് ലീഡ് ചെയ്യുന്നതെങ്കിലും എത്രയോ പാർട്ടികൾ ചേർന്നതാണ്. അതിനെ നമ്മൾ കോയിലേഷൻ എന്ന് പറയുന്നത്. കോയിലേഷൻ മീൻസ് അത് കൂട്ടുമുന്നണി, ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് സാധാരണ ഇപ്പം ഭരണം നടത്തുന്നത്. പ്രതിപക്ഷ കക്ഷികളും അങ്ങനെ തന്നെയാണ്. ലാർജസ്റ്റ് എമംഗ്സ് ദീസ് പാർട്ടീസ് ഈസ് കോൾഡ് ഓപ്പോസിഷൻ പാർട്ടി. അങ്ങനെ ഭരണപക്ഷത്ത് റൂളിംഗ് പാർട്ടിക്ക് ഭരിക്കാനുള്ള അവകാശം കിട്ടി. ബാക്കി വരുന്ന ലാർജസ്റ്റ് മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് രൂപീകരിക്കപ്പെടുന്നത്. വൺസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ലോക്സഭ ഈസ് ടു സെലക്ട് എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇതിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഫങ്ഷനാണ്. എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നത് ശരിക്കും പാർലമെൻറ്റാണ്. പാർലമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റ് മന്ത്രിസഭ രൂപീകരിച്ചു. ഇനി അതിൻ്റെ പാർലമെൻറ്റിലെ അംഗങ്ങളാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവിൽ വരുന്നത്. അപ്പം ശരിക്കും എക്സിക്യൂട്ടീവിലേക്ക് അംഗങ്ങളെ നൽകുന്നത് പാർലമെൻറ്റ് തന്നെയാണ്. ദി എക്സിക്യൂട്ടീവ് ആസ് യു റീഡ്, നമ്മൾ നേരത്തെ ഈ ചാപ്റ്റർ 1 അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് വായിച്ചു നോക്കുക. ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹു വർക്ക് ടുഗദർ ടു ഇംപ്ലിമെൻറ്റ് ദി ലോസ് മെയ്ഡ് ബൈ ദി പാർലമെൻറ്റ്. നോക്കൂ, ദി പേഴ്സൺ ഹു വർക്ക് ടുഗദർ ടു ഇംപ്ലിമെൻറ്റ്, അതായത് പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് ദി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതാണ് ഭരണകർത്താക്കൾ. പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുന്നു, ആ നിയമം നടപ്പാക്കുന്നത് എക്സിക്യൂട്ടീവ്സ് ആണ്. നോക്കൂ, ദിസ് എക്സിക്യൂട്ടീവ്സ് ഓഫൺ വാട്ട് വി ഹാവ് ഇൻ മൈൻഡ് വി യൂസ് ദി ടേം ഗവൺമെൻറ്. ആ എക്സിക്യൂട്ടീവിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഗവൺമെൻറ് എന്ന്. അപ്പം പാർലമെൻറ്റ് അംഗങ്ങൾ ചേർന്നൊരു എക്സിക്യൂട്ടീവ് ബോഡി രൂപീകരിക്കുന്നു, അതാണ് ക്യാബിനറ്റ്, ഗവൺമെൻറ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ദ ലീഡർ ഓഫ് റൂളിംഗ് പാർട്ടി. അതെല്ലാവർക്കും അറിയാം. ആരാണ് നമ്മുടെ ഗവൺമെൻറ്റിനെ ലീഡ് ചെയ്യുന്നത്, റൂളിംഗ് പാർട്ടിയെ ലീഡ് ചെയ്യുന്നത് വെച്ചാൽ അത് പ്രൈം മിനിസ്റ്ററാണ്. കാരണം ലീഡർ ഓഫ് റൂളിംഗ് പാർട്ടിയാണ്. നമ്മുടെ ഭരണപക്ഷത്തുള്ള ലീഡറിനെയാണ് നമ്മൾ സാധാരണ പ്രൈം മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഫ്രം ദി MPs ഹു ബിലോങ്സ് ടു ഹെർ പാർട്ടി, ദി പ്രൈം മിനിസ്റ്റർ സെലക്ട്സ് മിനിസ്റ്റേഴ്സ് ടു വർക്ക് വിത്ത് ഹെർ ടു ഇംപ്ലിമെൻറ്റ് ഡിസിഷൻ. ഇവിടെ പ്രധാനമന്ത്രിയോട് ചേർന്ന് നിന്നുകൊണ്ട് ബാക്കി അംഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു. അവരെല്ലാം കൂടെ ചേർന്നാണ്
കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. These ministers then take charge of different areas of government functioning like health, education, finance, etc. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിന് ശരിക്കും വിവിധ ഫങ്ഷൻസ് ആണ് നിർവഹിക്കാനുള്ളത്. വിവിധ മേഖലകൾ, ആ വിവിധ മേഖലകളെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായി തരംതിരിച്ചുകൊണ്ട് ഹെൽത്ത് മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ. അങ്ങനെ പല വിഭാഗങ്ങളായി തരംതിരിച്ചാണ് ഭരണം നടത്തുന്നത്. Often times in the recent past it has been difficult for the single political party to get a majority that is required to form government. നമ്മൾ ഈ അടുത്ത കുറേ കാലങ്ങളായിട്ടറിയാം, മുമ്പൊക്കെ കോൺഗ്രസ് മാത്രമായിരുന്നു ഭരിച്ചിരുന്നത്, ഒറ്റ കക്ഷിയാണ്. ഇപ്പോൾ അത് നടക്കുകയില്ല. നമ്മൾ സ്റ്റേറ്റിലും യൂണിയനിലും അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് ഭരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അതുകൊണ്ട് എന്താണ്, ദേ ദെൻ ജോയിൻ ടുഗദർ വിത്ത് ഡിഫറൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സിമിലർ കൺസേൺസ് ടു ഫോം വാട്ട് ഈസ് നോൺ ആസ് കോയിലേഷൻ ഗവൺമെൻറ്. കോയിലേഷൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കൂട്ട് മന്ത്രിസഭ, ഒരു കൂട്ടുമുന്നണി രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പാർട്ടിക്ക് മാത്രം ഭരിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരേ ആശയധാരയിൽ നിൽക്കുന്ന കുറേ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു കോയിലേഷൻ ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? നോക്കൂ, ദി രാജ്യസഭ ഫങ്ഷൻസ് പ്രൈമർലി ആസ് ദി റെപ്രസെൻറ്റേറ്റീവ് ദി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. രാജ്യസഭ ക്യാൻ ആൾസോ ഇനിഷ്യേറ്റ് ലെജിസ്ലേഷൻ ആൻഡ് എ ബിൽ ഈസ് റിക്വയർഡ് ടു പാസ് ത്രൂ രാജ്യസഭ ഇൻ ഓർഡർ ടു ബിക്കം ലോ. ഒരു നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയോടൊപ്പമുള്ള തുല്യമായ റോളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതൊഴികെ ഫിനാൻസ് കാര്യങ്ങൾ ഒഴികെ. ഫിനാൻസ് കാര്യങ്ങളിലെല്ലാം ലോകസഭയ്ക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നോക്കാം, it is therefore it has an important role of reviewing or altering the law initiated by Lok Sabha. The members of Rajya Sabha are elected by the elected members of Legislative Assembly. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആരാണ്? ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്. പല സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾ ചേർന്നാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. There are 233 ഇലക്റ്റഡ് മെമ്പേഴ്സ്. രാജ്യസഭയിൽ 233 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് ബൈ ദി പ്രസിഡന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ് എന്നീ മേഖലകളിൽ എക്സ്പേർട്ടായിട്ടുള്ള 12 അംഗങ്ങളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയ രീതിയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 12 പേരും എലക്റ്റഡ് മെമ്പേഴ്സായ 233 പേരും ചേർന്ന് അങ്ങനെ നിലവിൽ 245 പേരാണ് ഇന്ന് രാജ്യസഭയിലുള്ളത്. രാജ്യസഭയിൽ പരമാവധി 250 ആകാം, നിലവിൽ 245 ആ 245 എങ്ങനെയെന്ന് ചോദിച്ചാൽ 233 ഇലക്റ്റഡ് മെമ്പേഴ്സും 12 എന്താണ് നോമിനേറ്റഡ് മെമ്പേഴ്സുമാണ്. ക്ലിയർ അല്ലേ? ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ജസ്റ്റ് ആ പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതൊന്നും പഠിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചു വാരി കൊടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യം ഒന്ന് വായിച്ചാൽ തീർച്ചയായിട്ടും അതൊക്കെ പ്രയോജനപ്രദമാകും നിങ്ങൾക്ക്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നു. സ്പെഷ്യൽ പവേഴ്സ് ഓഫ് ലോക്സഭ. ലോകസഭയുടെ വിശേഷാധികാരങ്ങൾ പഠിച്ചേ മതിയാവൂ നിങ്ങൾ. ലോകസഭയുടെ വിശേഷാധികാരങ്ങൾ, രാജ്യസഭയുടെ വിശേഷാധികാരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ലോകസഭയുടെ 5-6 പോയിന്റ്, ഒരു 4-5 പോയിന്റ് പഠിച്ചു വയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദ്യങ്ങൾ വരും. ഇനി ഈ ഓരോ പോയിന്റ് ഓരോ OMR ചോദ്യങ്ങളായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാം. നമുക്ക് നോക്കൂ, എന്താണ് ലോകസഭയ്ക്ക് മാത്രമായിട്ടുള്ള വിശേഷാധികാരം? മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദി ലോക്സഭ. ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മണി ബില്ല് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. എന്താണ് മണി ബില്ലെന്ന് വിശദമായി മറ്റൊരു ക്ലാസ് നമ്മൾ പഠിക്കും. പാർലമെൻ്ററി ബില്ലുകൾ നമ്മൾ പഠിക്കും. അപ്പോൾ പബ്ലിക് ബില്ല്, പ്രൈവറ്റ് ബില്ല് എന്ന 2 തരമുണ്ട്.
പിന്നെ അല്ലാതെ പ്രൊസീജിയറിൻ്റെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും 4 തരത്തിലുള്ള ബില്ലുകളുണ്ട്. അത് ഓർഡിനറി ബില്ല്, മണി ബില്ല്, ഫിനാൻസ് ബില്ല് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ക്ലാസ്സിൽ നമുക്ക് എടുക്കാം, പാർലമെൻ്ററി ബില്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിശദമായി പഠിക്കാം. ഇപ്പം നിങ്ങൾ ഓർക്കുക, മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദി ലോക്സഭ. ലോകസഭയിൽ മാത്രമേ മണി ബിൽ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. രാജ്യസഭ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, രാജ്യസഭയിൽ ഒരിക്കലും മണി ബിൽ അവതരിപ്പിക്കാൻ പറ്റില്ല, ലോകസഭയിലേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ലോകസഭ പാസ്സാക്കുന്ന മണി ബില്ലിന് രാജ്യസഭ അംഗീകാരം കൊടുക്കുകയേ നിവർത്തിയുള്ളൂ. അത് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നും ആർക്കില്ല, രാജ്യസഭയ്ക്കില്ല. അപ്പോൾ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് only in the ലോക്സഭ. രാജ്യസഭ ക്യാൻ only റെക്കമെൻഡ് ചേഞ്ചസ് ടു മണി ബിൽ. വേണമെങ്കിൽ അവർക്ക് റെക്കമെൻഡേഷനൊക്കെ പറയാം, അത് അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 14 ദിവസം വരെ ആ ബില്ല് കൈവശം വയ്ക്കാനേ രാജ്യസഭയ്ക്ക് അധികാരമുള്ളൂ. 14 ദിവസം കഴിഞ്ഞും ബില്ല് തിരിച്ചയച്ചില്ലെങ്കിലും, അത് റിജക്റ്റ് ചെയ്താലും, അത് അവർ അംഗീകരിച്ചില്ലെങ്കിലും ആ ബില്ല് അവർ അംഗീകരിച്ചതായിട്ട് കണക്കാക്കപ്പെടും. അങ്ങനെയാണ്. കാരണം ലോകസഭയ്ക്കാണ് എക്സ്ക്ലൂസീവ് പവർ. അപ്പോൾ ലോകസഭയുടെ ഒരു വലിയ വിശേഷാധികാരമല്ലേ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. അത്രയും ഓർത്തിരുന്ന ആദ്യം ഒരു പവറായി. അടുത്ത അത് OMR ചോദ്യമാണ്, മണി ബിൽ എവിടെയാണ് അവതരിപ്പിക്കുന്നതെന്ന് ചോദിക്കാം. അടുത്ത് നോക്കൂ, അടുത്ത വിശേഷാധികാരം നോക്കൂ. ദി ലോക്സഭ ഹോൾഡ്സ് ദി പവേഴ്സ് ഓഫ് പേഴ്സ്. പവർ ഓഫ് പേഴ്സ് എന്ന് പറഞ്ഞാൽ ഖജനാവിൻ്റെ അധികാരം. നമ്മുടെ പബ്ലിക് ഖജനാവിൻ്റെ, പബ്ലിക് പേഴ്സിൻ്റെ ശരിക്ക് അധികാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പവർ ഉള്ളത് ലോക്സഭയ്ക്കാണ്. ബൈ അപ്രൂവിങ് ആൻഡ് ഓവർസീയിങ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഖജനാവിലെ പണം സർക്കാർ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ഓട്ടോൺ അക്കൗണ്ടൊക്കെ പാസ്സാക്കി ചെലവഴിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതിനുള്ള അധികാരം ലോകസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം പവർ ഓഫ് പേഴ്സ്, ലോക്സഭ ഹോൾഡ്സ് ദി പവർ ഓഫ് പേഴ്സ്. ആ ഖജനാവിന്മേലുള്ള അധികാരം ലോകസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. എങ്ങനെ പണം ചിലവഴിക്കാം എന്നൊക്കെ തീരുമാനമെടുക്കുന്നത് ലോകസഭയാണ്. രാജ്യസഭ ഹാസ് നോ റോൾ. രാജ്യസഭയ്ക്ക് ഇതിൽ റോളൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായോ? 2 പോയിൻ്റായി. മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ, പവർ ഓഫ് പേഴ്സ് ഉള്ളത് ലോക്സഭ എന്ന് പറഞ്ഞാൽ ബൈ അപ്രൂവിങ് ആൻഡ് ഓവർസീയിങ് ദി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എങ്ങനെയൊക്കെ ആയിരിക്കാം, ആ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കൽ, ഇതെല്ലാം ലോകസഭ ചെയ്തുകൊണ്ട് ആ ഖജനാവിൻ്റെ അധികാരിയായി മാറുന്നു ലോക്സഭ എന്ന് പറയുന്നത്. ഒരു എക്സ്ക്ലൂസീവ് പവർ അല്ലേ ലോക്സഭയുടെ. അടുത്ത് നോക്കൂ, എ നോൺ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. രാജ്യസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു വാക്കുകൂടെ ഉപയോഗിച്ചോളൂ, എ നോൺ കോൺഫിഡൻസ് മോഷൻ ഓർ എ കോൺഫിഡൻസ് മോഷൻ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. വിശ്വാസപ്രമേയമായാലും അവിശ്വാസപ്രമേയമായാലും അത് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. രാജ്യസഭയ്ക്ക് റോളില്ല. അപ്പോൾ ലോകസഭയുടെ വിശേഷ അധികാരമല്ലേ. നന്നായി പഠിക്കണം. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റുകളാണ്. ഓരോ OMR ചോദ്യങ്ങൾ പോലെ പഠിച്ചു വയ്ക്കുക. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിലാണ് കൂടുതൽ ചോദിക്കുന്നത്. ഇത് മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. ലോക്സഭ ഹോൾഡ്സ് ദി പവർ ഓഫ് പേഴ്സ് ബൈ അപ്രൂവിങ് ആൻഡ് ഓവർസീയിങ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. നോൺ കോൺഫിഡൻസ് മോഷൻ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. ലോകസഭയിൽ മാത്രമാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞില്ല. ഇനി നോക്കൂ, ലോക്സഭ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പാസിംഗ് ലോ ഫോർ ദി കൺട്രി. രാജ്യത്തെ നിയമനിർമ്മാണം നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? ലോകസഭ തന്നെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, വൈൽ ദി രാജ്യസഭ ക്യാൻ ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ലെജിസ്ലേറ്റീവ് പ്രോസസ്, ദി ലോക്സഭാസ് റോൾ ഈസ് പർട്ടിക്കുലർലി സിഗ്നിഫിക്കൻറ്റ് ഇൻ ദി മാറ്റേഴ്സ് ഓഫ് ഫിനാൻസ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രാജ്യത്തെ നിയമനിർമ്മാണം, സാധാരണ നിയമനിർമ്മാണം നടത്തുന്നതിൽ രാജ്യസഭയ്ക്കും ഈക്വൽ റോൾ ഉണ്ടെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങൾ, അതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഒക്കെ പിന്നെ ലോകസഭയോടാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും റോൾ ഉണ്ടെങ്കിലും അതിലെ ക്രൂഷ്യൽ റോൾ വഹിക്കുന്നത് ലോകസഭ തന്നെയാണ്. ഒരു പടി കൂടി അധികാരം കൂടുതലുള്ള ലോകസഭ. കാരണം എന്തറിയോ, ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകസഭയിൽ മാത്രമേ വരികയുള്ളൂ. രാജ്യസഭയ്ക്ക് അതിൽ റോളില്ല. ഇനി ഓർഡിനറി ബില്ലിൻ്റെ കാര്യത്തിൽ ഈക്വൽ റോളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാമെങ്കിലും ധനകാര്യങ്ങളും ഒക്കെ വരുന്ന ചില നിയമനിർമ്മാണം വരുമ്പം രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പോൾ ശരിക്കും പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ലോക്സഭ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പാസിംഗ് ലോ ഇൻ ദി കൺട്രി. രാജ്യത്ത് പൊതുവെ
സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത്. പൊതുവേ ഉള്ള നിയമനിർമ്മാണ പ്രക്രിയയിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത് ലോകസഭയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ലോകസഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ രാജ്യത്ത് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ലോക്സഭയാണ്. അത് ലോകസഭയുടെ ഒരു വിശേഷ അധികാരമാണ്. അടുത്തതും കൂടെ ഇതൊക്കെ OMR ചോദ്യമാണ്, ശ്രദ്ധിക്കണം. എ റെസൊല്യൂഷൻ ടു ഡിസ്കണ്ടിന്യൂ നാഷണൽ എമർജൻസി ക്യാൻ ബി പാസ്ഡ് ഓൺലി ബൈ ലോക്സഭ. ഒരു എമർജൻസി നിർത്തലാക്കുന്നതിനുള്ള പ്രമേയം പാസ്സാക്കുന്നത് ലോകസഭയിലാണ്. രാജ്യസഭയ്ക്ക് റോളില്ല. എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അപ്രൂവ് ചെയ്യാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത് 2 സഭകളുമാണ്. ഇപ്പം നാഷണൽ എമർജൻസി ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനകം പാർലമെൻറ്റിൻ്റെ 2 സഭകളും സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി അതിന് അപ്രൂവൽ കൊടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്രൂവ് ചെയ്തിരിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ എമർജൻസി നിർത്തലാക്കേണ്ട സമയത്ത്, റിവോക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് രാജ്യസഭയ്ക്ക് റോളില്ല. അത് ആര് തീരുമാനിച്ചാൽ മതി? ലോകസഭ തീരുമാനിച്ചാൽ മതി. ശ്രദ്ധിക്കണം. എ റെസൊല്യൂഷൻ ടു ഡിസ്കണ്ടിന്യൂ എ നാഷണൽ എമർജൻസി ക്യാൻ ബി പാസ്ഡ് ഓൺലി ബൈ ലോക്സഭ. അതായത് ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിനുള്ള പ്രമേയം പാസ്സാക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിൽ മാത്രമാണ്, രാജ്യസഭയ്ക്കില്ല. ഇത്രയും പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്താണ് ലോകസഭയുടെ സ്പെഷ്യൽ പവേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചത്? മറക്കൂലല്ലോ. ഇനി അല്ലാത്ത ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് വുമൺ MP ഫ്രം കേരള. കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്കുള്ള, ലോകസഭയാണ് ഫസ്റ്റ് MP എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ലോകസഭയാണ്. കേരളത്തിൽ നിന്ന് ആദ്യത്തെ വനിതാ ലോക്സഭാ അംഗം ആരെന്ന് ചോദിച്ചാൽ ആനി മസ്കറിനാണ്. അത് ഏത് ലോകസഭയിലാണ്? ആദ്യ ലോകസഭയിൽ തന്നെയാണ്. 1951-52 കാലഘട്ടത്തിലല്ലേ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ആനി മസ്കറിനാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയൊക്കെ പഠിച്ചപ്പോൾ അസംബ്ലിയിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? ആനി മസ്കറിൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ എന്നൊക്കെ പറഞ്ഞു. അതിലെ പ്രമുഖയായ ഒരു വ്യക്തിയാണ് ആനി മസ്കറിൻ. അവരാണ് ലോകസഭയിലെ ആദ്യത്തെ MP എന്ന് പറയുന്നത്. ഫസ്റ്റ് വുമൺ ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ലോക്സഭ. ഇപ്പോഴില്ല എന്ന് പറഞ്ഞു, നേരത്തെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ലോകസഭയിലേക്കൊരു വനിതാ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി വരികയാണ്. അവരുടെ പേര് മർജോറി ഗോഡ്ഫ്രെ എന്നാണ്. മർജോറിയെ ഗോഡ്ഫ്രെ എന്നാണ് അവരുടെ പേര്. മർജോറി ഗോഡ്ഫ്രെ. ഇതാണ് ഫസ്റ്റ് വുമൺ ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ലോക്സഭ. ലോകസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി മാറിയ ആദ്യ വനിത മർജോറി ഗോഡ്ഫ്രെ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഫസ്റ്റ് ആംഗ്ലോ ഇന്ത്യൻ മെമ്പർ ഓഫ് ലോക്സഭ. ലോകസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ മെമ്പർ എന്ന് പറയുന്നത് നോക്കൂ, ഫ്രാങ്ക് ആന്റണിയാണ്. 2 പേരുണ്ട്, ഫ്രാങ്ക് ആന്റണിയും ബാരോ എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത പോയിൻ്റായിട്ട് പറയാം. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രം കൊടുത്തത് എന്താണെന്ന് അറിയാമോ? ഹീ ഈസ് ദി ലോങ്ങസ്റ്റ് സെർവിങ് ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ലോക്സഭ. അപ്പം ലോകസഭയിലെ ആദ്യത്തെ പ്രതിനിധിയും ഏറ്റവും കൂടുതൽ കാലം ലോകസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് പ്രവർത്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഫ്രാങ്ക് ആന്റോണിയാണ് ശരിക്കും പറഞ്ഞാൽ ലോകസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും എന്നാൽ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച പ്രതിനിധിയും. എന്നാൽ ലോകസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാങ്ക് ആന്റണിയും AET ബാരോയുമാണ്. AET 2 പേരുണ്ടാവുമല്ലോ. ലോകസഭയിലേക്ക് ആദ്യമായിട്ട് രാഷ്ട്രപതി 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഫ്രാങ്ക് ആന്റണിയും AET ബാരോയുമാണ്. അതിൽ ഫ്രാങ്ക് ആന്റണി ദീർഘകാലം ഇന്ത്യയുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ലോകസഭയിലുണ്ടായിരുന്നു. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ദി ലാസ്റ്റ് 2 ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സ് ഇൻ ലോക്സഭ. ലോകസഭയിൽ ഏറ്റവും ഒടുവിലായി ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായി പ്രവർത്തിച്ചതാര്? അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ആ പേര്. കാരണം 16th ലോക്സഭയിലാണ്, അതിനുശേഷം പിന്നെ ഇല്ലായിരുന്നു.
104 ഭേദഗതിയിലൂടെ 2020 അത് നിർത്തലാക്കി. അപ്പോൾ ആ നിർത്തലാക്കുന്നതിന് തൊട്ട് മുമ്പ് ആരൊക്കെയായിരുന്നു ലോകസഭയിലെ അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ? 2 പേരുണ്ടായിരുന്നു. അതൊരാൾ കേരളത്തിൽ നിന്നായിരുന്നു, റിച്ചാർഡ് ഹേ. മറ്റൊരാൾ വെസ്റ്റ് ബംഗാളിൽ നിന്നായിരുന്നു, ജോർജ് ബേക്കർ. അപ്പോൾ റിച്ചാർഡ് ഹേയും ജോർജ് ബേക്കറുമായിരുന്നു ദി ലാസ്റ്റ് 2 ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ദി ലോക്സഭ. ഇറ്റ് ഈസ് ഇൻ 16th ലോക്സഭ. അത് എവിടെയായിരുന്നു? 16ാം ലോകസഭയിലായിരുന്നു. അതിനുശേഷം ഇങ്ങനൊരു ഏർപ്പാടില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മറക്കരുത്. നോക്കൂ, ദി ഫസ്റ്റ് പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ലോക്സഭ, ദി ഫസ്റ്റ് പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ഫസ്റ്റ് എന്നല്ല, ദി പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ലോക്സഭ. ഇത് നമ്മളൊരു പ്രത്യേക ടോപ്പിക്കായിട്ട് പഠിക്കും, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും. അതുകൊണ്ട് ഇവിടെ കൂടുതൽ പറയുന്നില്ല. ഇതിൻ്റെ ആൻസറാണ് ഇതാ കിടക്കുന്നത്. ദി പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ലോക്സഭ, സ്പീക്കർ. സ്പീക്കർ ഓഫ് ലോക്സഭയാണ് നമ്മൾ പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ലോക്സഭ എന്ന് പറയുന്നത്. അപ്പോൾ ലോക്സഭയിലെ പ്രിസൈഡിങ് ഓഫീസർ ആരാണ്? ദി സ്പീക്കർ. സ്പീക്കറെ കുറിച്ച് നമ്മൾ പ്രത്യേക ക്ലാസ് ഉണ്ട്, അവിടെ വിശദമായിട്ട് എടുക്കാം. നോക്കൂ, ഓപ്പോസിഷൻ ലീഡേഴ്സ് ഓഫ് ലോക്സഭ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാക്കൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓപ്പോസിഷൻ ലീഡർ, അവിടെ 1-2 പേരുകൾ പഠിക്കണം. ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ, ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആര്? AK ഗോപാലൻ. AKG, നമ്മുടെ പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ നിങ്ങൾ കേരള റിനേസൻസിൽ പഠിച്ച ഒരു മഹാനുണ്ടല്ലോ, അദ്ദേഹമാണ് AK ഗോപാലൻ, ഫസ്റ്റ് ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. നോക്കൂ, ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ അത് രാം സുഭഗ് സിംഗ്. ഇതെന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? AK ഗോപാലൻ ഓപ്പോസിഷൻ ലീഡറായി വന്നപ്പോൾ അത് അംഗീകൃത പ്രതിപക്ഷ നേതാവല്ലായിരുന്നു. ഈ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആകണമെങ്കിൽ ഒരു നിശ്ചിത സീറ്റ് നേടി പ്രതിപക്ഷ പാർട്ടികൾ വിജയിച്ചിരിക്കണം. അത്ര സീറ്റുകളില്ലെങ്കിൽ ആ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അംഗീകൃത പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം കൊടുക്കില്ല. കഴിഞ്ഞ 17ാം ലോകസഭയിൽ കണ്ടതും അതാണ്. നമ്മൾ കോൺഗ്രസ്സിന് വളരെ സീറ്റുകൾ കുറഞ്ഞു പോയി. അപ്പോൾ അവിടെ പ്രതിപക്ഷത്തിനൊരു അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. കോൺഗ്രസ്സുകാർ പറയും രാഹുൽ ഗാന്ധിയാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അത് അങ്ങനെ അംഗീകൃതമല്ലായിരുന്നു. പക്ഷേ ഇപ്പം 18ാം ലോകസഭയിൽ നിലവിലെ ഓപ്പോസിഷൻ ലീഡറായിരുന്നു വെച്ചാൽ അത് അംഗീകൃത പ്രതിപക്ഷ നേതാവിന് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ പ്രസൻറ്റ് അല്ലെങ്കിൽ കറണ്ട് ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ അത് രാഹുൽ ഗാന്ധിയാണ്. അത് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ AK ഗോപാലൻ. എന്നാൽ ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഓപ്പോസിഷൻ ലീഡർ രാം സുഭഗ് സിംഗ്. ഈ ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ലോകസഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആര്? രാം സുഭഗ് സിംഗ്. എന്നാൽ ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് മലയാളി ഓപ്പോസിഷൻ ലീഡർ, ഇദ്ദേഹം മലയാളി ആയിരുന്നില്ല, അതുകൊണ്ട് ഇതാ വരുന്നു ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് മലയാളി ഓപ്പോസിഷൻ ലീഡർ, കോൺഗ്രസിൻ്റെയൊക്കെ ഒരു പ്രമുഖ നേതാവായിരുന്ന CM സ്റ്റീഫനാണ് ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് മലയാളി ഓപ്പോസിഷൻ. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ AK ഗോപാലൻ, ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഓപ്പോസിഷൻ ലീഡർ രാം സുഭഗ് സിംഗ്, ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് മലയാളി ഓപ്പോസിഷൻ ലീഡർ CM സ്റ്റീഫൻ. ഇനി നോക്കൂ, ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ വിത്ത് ക്യാബിനറ്റ് റാങ്ക്. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചാണ് ഇങ്ങനൊരു സിസ്റ്റം വന്നത്. അതായത് പ്രതിപക്ഷ നേതാവായി വരുന്ന ആളിന് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കും, ഒരു മന്ത്രിയുടെ എല്ലാ പദവിയും കൊടുക്കും. അങ്ങനെ ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവായ ആളാണ് YB ചവാൻ. അപ്പം ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ വിത്ത് ക്യാബിനറ്റ് റാങ്കോടുകൂടി ലോകസഭയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ YB ചവാനാണ്. YB ചവാൻ, മറക്കരുത്. ക്ലിയറായോ? എങ്കിൽ ഫസ്റ്റ് വുമൺ ടു ബിക്കം ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ, ലോകസഭയിൽ ഓപ്പോസിഷൻ ലീഡറായ ആദ്യ വനിതയാര്? സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി, മറക്കരുത്. ഫസ്റ്റ് വുമൺ ടു ബിക്കം ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ സോണിയാഗാന്ധി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വുമൺ ടു ബിക്കം ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ BJPയുടെ പ്രമുഖ നേതാവായ സുഷമ സ്വരാജ് ഓപ്പോസിഷൻ ലീഡറായി മാറി. പിന്നീട് അവർ മന്ത്രിയായി മാറി, ക്യാബിനറ്റ് മിനിസ്റ്ററായി മാറി, ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററായിട്ടൊക്കെ പ്രവർത്തിച്ചതാണ് അല്ലേ, വിദേശകാര്യമന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ച വളരെ ഒരു കഴിവുള്ള ഒരു വനിതയാണ്. മരണപ്പെട്ടു പോയി, നിങ്ങൾക്കറിയാം, സുഷമ സ്വരാജ്. ഇവർ രണ്ടുപേരുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. അപ്പോൾ ആദ്യത്തെ
നമ്മുടെ ലോകസഭയിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധി, ലോകസഭയിലെ രണ്ടാമത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്പോസിഷൻ ലീഡറായി കഴിഞ്ഞു. നമ്മളവിടെ സ്പീക്കറെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത് അത് പ്രത്യേക ടോപ്പിക്കായിട്ട് പഠിക്കും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അത് നമുക്ക് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ടോപ്പിക്കുണ്ട്, അവിടെ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കാം. നോക്കൂ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലം ലോകസഭ അവസാനിപ്പിക്കാം. ഈ ലോകസഭ അവസാനിപ്പിച്ചാലും രാജ്യസഭ നമ്മൾ പഠിച്ച് അവസാനിച്ചു. ലോകസഭ ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതേ ഉള്ളൂ. ഇനി ലോകസഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, പിന്നെ നമ്മുടെ പാർലമെൻറ്റ് തീർന്നിട്ടില്ല. പാർലമെൻ്ററി കമ്മിറ്റികളുണ്ട്, പാർലമെൻ്ററി ബില്ലുകളുണ്ട്, പാർലമെൻറ്റ് പ്രൊസീജിയറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഘടകമായ പ്രസിഡൻ്റുണ്ട്. അങ്ങനെ വരും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നോക്കാം, സെക്രട്ടറി ജനറൽ, ഇങ്ങനൊരു പോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകസഭയിലെ സെക്രട്ടറി ജനറൽ. നമ്മൾ പഠിച്ചു, രാജ്യസഭയിലെ സെക്രട്ടറി ജനറൽ പഠിച്ചതും കൂടെ നിങ്ങളൊന്ന് ഓർത്താൽ നന്നായിരിക്കും. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പഠിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഹെഡ് ഓഫ് രാജ്യസഭാ സെക്രട്ടേറിയറ്റ്. എങ്കിൽ ഇവിടെ നിങ്ങൾ പറയുക ഹെഡ് ഓഫ് ലോക്സഭാ സെക്രട്ടേറിയറ്റ്. ലോകസഭാ സെക്രട്ടേറിയറ്റിൻ്റെ തലവനെയാണ് സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ എന്ന് പറയുന്നത്. ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ തലവനെയാണ് സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ ഈസ് അപ്പോയിൻറ്റഡ് ബൈ സ്പീക്കർ ഓഫ് ലോക്സഭ. നമ്മുടെ ലോകസഭയുടെ അധ്യക്ഷനാണ്. ഇനി ഞാൻ പറയും, നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റില്ല, രസകരമായി പഠിക്കാനും പറ്റും. രാജ്യസഭാ സെക്രട്ടറി ജനറലും ലോകസഭാ സെക്രട്ടറി ജനറലും കൂടെ ഒന്ന് കമ്പാരിസൺ നടത്തി നമ്മൾ പഠിച്ചതല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞു സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ, ഹെഡ് ഓഫ് ലോക്സഭാ സെക്രട്ടേറിയറ്റ്. ഉടനെ പറയുക സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ, ഹെഡ് ഓഫ് രാജ്യസഭാ സെക്രട്ടേറിയറ്റ്. ഇവിടെ പറയുന്നു സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ ഈസ് അപ്പോയിൻറ്റഡ് ബൈ സ്പീക്കർ ഓഫ് ലോക്സഭ. അപ്പോൾ നോക്കൂ, സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ ഈസ് അപ്പോയിൻറ്റഡ് ബൈ അവിടുത്തെ അധ്യക്ഷൻ. ഇവിടുത്തെ അധ്യക്ഷൻ സ്പീക്കർ അല്ലേ, അപ്പോൾ അവിടുത്തെ അധ്യക്ഷൻ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡൻറ്റ്. ചെയർമാൻ ഓഫ് രാജ്യസഭയാണ് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നാൽ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്പീക്കർ ഓഫ് ലോക്സഭ. നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കും, വളരെ എളുപ്പമാണ്. ഇനി ഫസ്റ്റ് സെക്രട്ടറി ജനറൽ എം.എൻ. കൗൾ ആണ്. എം.എൻ. കൗൾ ലോകസഭയിലെ ആദ്യത്തെ സെക്രട്ടറി ജനറലിൻ്റെ പേര് എം.എൻ. കൗൾ. അവിടെ പഠിച്ചത് കൂടെ ഓർത്തോ. ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ എന്താ നമ്മൾ പഠിച്ചത്? എസ്.എൻ. മുഖർജി. ഓർമ്മയുണ്ടോ? എസ്.എൻ. മുഖർജി. ഇവിടെ എം.എൻ. കൗൾ. ഒന്ന് കമ്പയർ ചെയ്ത് ഒരു ചാർട്ട് നിങ്ങളെല്ലാം പഠിച്ചിട്ടൊരു കാര്യം ചെയ്യണം. ഒരു ചാർട്ട് ഉണ്ടാക്കുക. സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ, സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ എന്ന് എഴുതിയിട്ട് ഓരോന്നിലും ഓരോ ഹെഡ്, ആദ്യത്തെ കോളത്തിൽ ഹെഡ് ഓഫ് രാജ്യസഭാ സെക്രട്ടേറിയറ്റ്, ഇപ്പുറത്ത് ഹെഡ് ഓഫ് ലോക്സഭാ സെക്രട്ടേറിയറ്റ്, അടുത്തത് അപ്പോയിൻറ്റഡ് ബൈ ചെയർമാൻ ഓഫ് രാജ്യസഭ, അപ്പോയിൻറ്റഡ് ബൈ സ്പീക്കർ ഓഫ് ലോക്സഭ. ഫസ്റ്റ് സെക്രട്ടറി ജനറൽ അവിടെ നിങ്ങൾ പറയും എസ്.എൻ. മുഖർജി, ഇവിടെ എം.എൻ. കൗൾ. അങ്ങനെ ഒരു ചാർട്ട് തയ്യാറാക്കി പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇതാ വരുന്ന അടുത്തതും അതുപോലെ തന്നെ. ഫസ്റ്റ് വുമൺ ടു ബിക്കം സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ. ലോകസഭാ സെക്രട്ടറി ജനറലായ ആദ്യ വനിത സ്നേഹലത ശ്രീവാസ്തവ ആണ്. അവിടെയോ വി.എസ്. രമാദേവി. ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ വി.എസ്. രമാദേവി എന്ന് പഠിച്ചു. ഇവിടെ നിങ്ങൾ പറയുക ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് ലോകസഭ സ്നേഹലത ശ്രീവാസ്തവ. അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ ഉത്പാൽ കുമാർ സിംഗ്. ഉത്പാൽ കുമാർ സിംഗ്. അവിടെ എന്താ നമ്മൾ പഠിച്ചത്? പ്രസൻറ്റ് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ പി.സി. മോദി. പഠിച്ച ഓർമ്മയുണ്ടോ? പി.സി. മോദി എന്നാണ് നമ്മളവിടെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോക്സഭ എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ. നന്നായി പഠിച്ച് മുന്നേറുക. പാർലമെൻറ്റിൻ്റെ മറ്റ് ഏരിയകൾ നമുക്ക് തുടർന്ന് പഠിക്കാവുന്നതാണ്. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഒരുപാട് വിജയം ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.